ഇന്ന് തയ്യാറാക്കുന്നത് മത്തി മപ്പാസ്. ഇത് മത്തി മീൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മത്തി മപ്പാസാണ്. ഏത് മീനിൻ്റെ കൂടെ വേണമെങ്കിലും ചെയ്യാം. ഇത് നല്ല ഒരു സൈഡ് ഡിഷാണ്. ഏതിൻ്റെ കൂടെയും ചപ്പാത്തി, ഊണ്, അപ്പം, ഏതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. സോ ദിസ് ഇസ് സുധ മേനോൻ. വെൽക്കം ടു സുധാസ് വേൾഡ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ മത്തി മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കണത് കേട്ടോ. ഇത് ഞാൻ നല്ലൊരു പാനിൽ ഉണ്ടാക്കണം, ചട്ടിയിലല്ല. ഈ മത്തി മപ്പാസ് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക്, പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എണ്ണ ഒഴിച്ചു. 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. ഇപ്പോൾ പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ അറിയാം. ഉലുവ ആഡ് ചെയ്താൽ നല്ലൊരു മണമാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഓരോ ഇത് വെളുത്തുള്ളി, ഒരു ചെറിയ 3-4 കഷ്ണം വെളുത്തുള്ളി, 1.5 ഇഞ്ചിലുള്ള ഇഞ്ചി, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ പറയുക, പച്ചമുളക്. ഒരു 2 എരിവുള്ള പച്ചമുളക് നന്നായി കീറിയിട്ട് ആഡ് ചെയ്യുന്ന, കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി, ഇത് നന്നായി ചോപ്പ് ചെയ്തിട്ട് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഈ ഉള്ളി ഒരു ബ്രൗൺ സ്റ്റേജ് എത്തുന്നവരെ നമ്മളിതിനെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ നിറായി വന്നു. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്തു. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഞാൻ ഒരു 250 ഗ്രാം വെച്ചിട്ടാണ് ഉണ്ടാക്കണം മത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ അളവുകളാണ് കേട്ടോ പറയണത്. കൂടെ തന്നെ ക്രഷ് ചെയ്ത ഒരു കുരുമുളക് പൊടി, അത് ഒരു 3/4 ടീസ്പൂൺ. ഇതെല്ലാം ഞാൻ നന്നായി ഒന്ന് പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ തേങ്ങാപ്പാൽ, ഒരു ലൈറ്റ് തിൻ കോക്കനട്ട് മിൽക്ക് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ പൗഡർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. വളരെ നേർമയായിട്ടുള്ള പാലാണത്. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം കുടംപുളി, വളരെ ചെറുതാണ്, അതും കൂടി ഇതിനിങ്ങനെ 2ആയി കീറിയിട്ട് ഞാനിതിന് ഒരു കുടംപുളിയുടെ 1/4 ഭാഗം ഉണ്ടാവുള്ളൂ കേട്ടോ. അതും കൂടി ഇതിനിട്ടിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വന്നു, കാണുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യണം വെച്ചാൽ, ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ പരത്തിയിട്ട് ഇപ്പം എല്ലാം അതിലേക്ക് ഇങ്ങനെ മൂവി വരണം. പക്ഷേ നമ്മളതിനെ ഒരുപാട് ഇളക്കാൻ പാടില്ല. ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ വല്ലാണ്ട് പൊട്ടി പോകും. അപ്പം ഞാൻ ഇനി ഈ മീനൊന്ന് വേവണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിനെ ഒന്ന് അടച്ചു വയ്ക്കും. ഇപ്പോൾ എൻ്റെ മത്തിയൊക്കെ നന്നായി വെന്തു ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിതിൽ 1ാം പാൽ ഒഴിക്കുകയാണ്. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓഫ് ചെയ്യണം. പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, തിളയ്ക്കാനേ പാടില്ല, അത് പിരിഞ്ഞു പോകും. അപ്പം ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിനെല്ലാം ഒന്ന്
ഫൈനലായിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പില ഇങ്ങനെ തൂങ്ങി. അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മപ്പാസ് റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ വെച്ചാൽ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുക നമ്മൾ. അതേമാതിരി പുളി, ഞാനിപ്പോൾ ഒരു 1/4 കഷ്ണം പുളിയാണ്. ഈ 200 ഗ്രാം മീനിന് അത് ധാരാളമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടി എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ.